നേര്യമംഗലം പാലം. ഈ പാലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. മണി എന്നാണ് നമ്മൾ ഫുൾ ഫാമിലിയാണ് പോകുന്നത്. നേര്യമംഗലം പാലം കഴിഞ്ഞ് പ്രകൃതി ആസ്വദിച്ചിട്ടാണ്. ഇത് ആദ്യം നമ്മൾ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടമാണ്. പക്ഷെ വെള്ളം മാത്രമേ ഉണ്ടായില്ല, കുറച്ച് കുറഞ്ഞിട്ട് ചാട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാസത്തിലാണ് ഞങ്ങൾ പോകുന്നതുകൊണ്ട് ഒട്ടും വെള്ളം ഉണ്ടായില്ല. കുറഞ്ഞമാർ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കുറഞ്ഞമാരുടെ ചാട്ടമൊക്കെ കണ്ടുപോയി. അടുത്ത് നമ്മൾ കണ്ടത് കല്ലറ വാട്ടർഫോൾസ് ആയിരുന്നു. കല്ലറ വെള്ളച്ചാട്ടം. അവിടെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം നൈട്രജൻ ഒഴുകുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. പ്രകൃതി സൗന്ദര്യം, മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി വന്നു തുടങ്ങി. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ്, അതിനിടയിൽ ചക്രാന്താപ്പൂക്കൾ, നീലവാക വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ചക്രാന്താപ്പൂക്കൾ. വിദേശികൾ, ബ്രിട്ടീഷുകാരാണ് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ചക്രാന്ത മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. മൂന്നാറിനെ കൂടുതൽ സുന്ദരിയാക്കുന്നുണ്ട് ചക്രാന്ത. ആദ്യം നമ്മൾ പോയത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. മാട്ടുപ്പെട്ടി ഡാമിൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. പെഡൽ ബോട്ടിങ്ങാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 2 ബോട്ടുകളിലായിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയി. വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു ഈ ബോട്ടിങ്. അച്ഛനും അമ്മയും വേറെ ബോട്ടിലായിട്ടാണ് നമ്മൾ പോയത്. 20 മിനിറ്റാണ് ഇവിടെ സമയം നമുക്ക് കിട്ടുന്നത്. ഫീസുണ്ട്. ഒരു ബോട്ടിന് 400 രൂപയാണ് ഫീസ്. മലകളൊക്കെ കണ്ട് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് 20 മിനിറ്റ് സമയം നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നാളൂന് അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ മോറ് വെള്ളം ഇത്രയധികം വെള്ളം കണ്ടപ്പോൾ പേടിയായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുതിര സവാരിക്കാണ് പോയത്. നാണും അച്ഛനും കുതിരപ്പുറത്ത് കയറി പോയി. കുതിര സവാരി കുതിര നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഓടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നാണുവിന് ഭയങ്കര ഇഷ്ടമാണ് കുതിര സവാരി. എവിടെ കുതിരയെ കണ്ടാലും കുതിരപ്പുറത്ത് കയറണം. പേടിയൊന്നുമില്ല കേട്ടോ കുതിരപ്പുറത്ത് കയറാൻ. കുതിരസവാരി ഫീസ് ഉണ്ട് കേട്ടോ, 100 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മാളും അച്ഛനുമാണ് കുതിരപ്പുറത്ത് കയറിയത്. അമ്മാളും
സൗന്ദര്യം ആസ്വദിക്കാനുള്ള പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മൂന്നാർ യാത്ര അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ഇടയിൽ പാർക്കുകളിലൊക്കെ കയറിയില്ല കുറേ സമയം. അവർക്ക് പാർക്ക് മാത്രം ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇറങ്ങി ഡാം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. ഭംഗിയുള്ള തേയിലത്തോട്ടം സൗന്ദര്യം ആസ്വദിച്ച് ഒഴുകി വരുന്നുണ്ടായിരുന്നു. പാല് പോലെ വെള്ളം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഏപ്രിൽ മാസത്തിലും ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റിയത് ഭാഗ്യം. ഡാമിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളവിടെ ബോട്ടിങ്ങൊന്നും ഇവിടെ പോയില്ല കേട്ടോ. കുരങ്ങന്മാരെ ഏറ്റവും കൂടുതൽ നമ്മൾ കുരങ്ങന്മാരെ കണ്ടു. എന്നിട്ടൊന്ന് നമ്മൾ പെട്ടെന്ന് അതേ സമയം ഇവിടെ നിന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന തന്നെ പൊതിച്ചോറ് പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വഴിയിൽ ഇരുന്നിട്ട് പൊതിച്ചോറാണ് കഴിച്ചത്. ഇടയ്ക്ക് ഈ ഭാഗത്ത് നമ്മളൊന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ നല്ല വ്യൂ ആയിരുന്നു. ഏപ്രിൽ മാസത്തിലും കോടമഞ്ഞുണ്ടായിരുന്നു. അവിടേക്കുള്ള വഴികൾ നിറയെ കച്ചവടക്കാരാണ്, നിറയെ
പ്രദേശത്ത് വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല. രാജക്രാന്ത വളരെ പതുക്കെയായിരുന്നു. കൂടുതൽ സുന്ദരിയായ രാജക്രാന്ത പൂക്കൾ ഈ വഴിയിൽ നിറയെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് മാസം അവസാനം വരെ ജക്രാന്ത പൂക്കൾ ഉണ്ടാവുള്ളൂ. ഈ സമയം ജക്രാന്ത കാണുമെങ്കിൽ ഈ സമയം നമ്മൾ മാറിയിട്ട് വരണം. നിറയെ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ വയലറ്റ് നിറത്തിൽ പർപ്പിൾ നിറത്തിലുള്ള ഈ പൂക്കൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണികളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. Ini